പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ഫ്രേസുകളുണ്ട്. ഒന്ന്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യം, വചനം ദൈവമായിരുന്നു, ദൈവം വചനമായിരുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ആത്മാവാകും, ദൈവം ആത്മാവാകും. അപ്പോൾ ഒരിടത്ത് പറയുന്നത് ദൈവം വചനമാകുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ദൈവം ആത്മാവാകും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത് ഏക സത്യ ദൈവമായ ദൈവം സത്യമാകും എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുമ്പോൾ നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം സ്നേഹമാകും, ഗോഡ് ഈസ് ലവ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ സ്നേഹമായിട്ടും മറ്റൊരു സ്ഥലത്ത് ദൈവത്തെ 1 യോഹന്നാന്റെ ലേഖനം 4:8 4:8 ഇങ്ങനെ പറയുന്നത്, ദൈവം സ്നേഹമാകും. അപ്പൊ ദൈവം സ്നേഹമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം വചനമാകുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ച് ആധികാരികമായി ഒരു കുറച്ചുകൂടെ ശക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു, അല്ലെ? സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷനല്ല, സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമല്ല, വികാര പ്രകടനമല്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴാണോ സ്നേഹത്തെ ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ സ്നേഹം ദൈവം സ്നേഹം എന്ന ആ ബന്ധത്തിൽ നമ്മളെ ചുവടുകൾ വെക്കുന്നത്, അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം മാറും, നമ്മുടെ ജീവിതത്തിന്റെ തലം മാറും. നമ്മളൊരു അസാധാരണ വ്യക്തിത്വമായി നമ്മൾ മാറും. അപ്പൊ അവിടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്? സ്നേഹവാനായ ദൈവത്തെ കരുതുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പൊ ദൈവം സ്നേഹമാകും, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ അവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ, ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മുഴുവൻ പ്രതിച്ഛായ സ്നേഹമെന്ന ഒരു കാര്യത്തിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ സ്നേഹം ഇന്നത്തെ കാലത്ത്, ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അനേകരുടെ ജീവിതത്തിൽ അവര് വഴിതെറ്റി പോകുന്ന, നശിച്ചു പോകുന്നതൊക്കെ കാണാനായിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിന് അടിമകളായിട്ട്, പല കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അടിമകളായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. പല സ്വഭാവങ്ങൾക്ക്, പല ശീലങ്ങൾക്ക്, നമുക്ക് ചില കാര്യങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ പെട്ടുപോകുകയും, കുഞ്ഞുങ്ങളിൽ പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് തിരിച്ചു കയറി വരാൻ കഴിയാത്ത വിധം അവരതില് അടിമകളായി തീരുന്ന അവസ്ഥ കാണാൻ കഴിയും. പക്ഷെ എന്നാൽ അതേ സെയിം സമയത്ത് തന്നെ ചിലര് പിന്നത്തിൽ അതിനകത്ത് പുറത്തു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിലുണ്ട്, ഞാൻ അവന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം. അത് ഇവിടെ നമുക്ക് ദൈവജനത്തിൽ പലയിടത്തും അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, അല്ലെ? നമുക്കറിയാം, കർത്താവ് സമ്പന്നനായ ഒരുവൻ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു അവനെ സ്നേഹിച്ചു, അവനെ നോക്കി സംസാരിച്ചെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പലയിടത്തും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയും. അപ്പൊ ആ സ്നേഹമാകുന്ന ദൈവം, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെയാ കാണുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പൊ ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. സ്നേഹത്തെ കാണാൻ പറ്റത്തില്ല, അല്ലെ? ദൈവം ആത്മാവിനെ കാണാൻ പറ്റത്തില്ല. ദൈവം സത്യത്തെ കാണാൻ പറ്റില്ല. വചനം ദൈവമാണ്, വചനത്തെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ പുത്രൻ വെളിപ്പെടുത്തി. എങ്ങനെയാ വെളിപ്പെടുത്തിയത്? അതായത് ശരീരപ്രകൃതം കൊണ്ട് വെളിപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയാൽ ദാറ്റ് ഈസ് റോങ്. അല്ല, ശരീരത്തിന്റെ പ്രകൃതം, അതായത് യേശുക്രിസ്തുവിന്റെ ശരീര രൂപം, ആ രൂപത്തിലല്ല പിതാവ് വെളിപ്പെട്ടത്.
യേശുവിൽ നിന്ന്, യേശുക്രിസ്തുവിലൂടെ പിതാവ് വെളിപ്പെടുത്തിയത് എന്താണ്? കമ്പാഷൻ. ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനത്തെ കണ്ടിട്ട് മനസ്സലിയുന്നവനായ യേശു. നയീനിലെ വിധവയെ കണ്ടിട്ട് മനസ്സലിയുന്നവനായ യേശു. അങ്ങനെ ജനത്തെ കണ്ടിട്ട് മനസ്സലിയുന്നവനായ യേശു അല്ലേ? അപ്പൊ അവിടെ യേശുക്രിസ്തുവിൽ നമുക്ക് അവിടെ ആ മനസ്സലിവാണ് ദൈവം. ആ വെളിപ്പെട്ട മനസ്സലിവ്, ദൈവം സ്നേഹം വെളിപ്പെട്ടു. എന്നാൽ ഇവിടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുകയാണ്, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തെ യേശുവിനെ വെളിപ്പെടുത്തിയത് സ്നേഹത്തിന്റെ വെളിപ്പാടാണ്. നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പൊ അവിടെ കാണുന്ന ഒരു കാര്യം, സ്നേഹം വെളിപ്പെട്ടു. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത് പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ന് ലോകത്ത് അനേകർ ജീവിതം, ചിലർ മാനസികമായ രോഗികളായിട്ട് മാറുന്നു, ചിലർ ശാരീരികമായിട്ട് രോഗികളായി മാറുന്നു, ചിലർ വലിയ ക്രിമിനൽസ് ആയിട്ട് മാറുന്നു, ചില മോശമായ ശീലങ്ങൾക്ക് അടിമകളായി മാറുന്നു. അവരുടെ ജീവിതം തന്നെ സമൂഹത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന നിലയിലേക്ക് അവരുടെ ജീവിതങ്ങളായി മാറുന്നു. അങ്ങനെ നമുക്ക് ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നു. ചുറ്റുപാടുകൾ അനേകം ആളുകൾ എങ്ങനെ ജീവിതം നശിപ്പിച്ച് ജീവിതത്തെ തകർത്ത് അനേകം നമുക്ക് ചുറ്റുപാടുകളിൽ കാണാനായിട്ട്. അങ്ങനെ അനേകർ അവരുടെ ജീവിതത്തിൽ നശിച്ചു പോകുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് അവരെ അങ്ങ് വിധിക്കും. അവന്റെ അഹങ്കാരം കണ്ടു, അവന്റെ സ്വഭാവം, അവന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും പണമുള്ളൊരു വീട്ടിൽ ജനിച്ചിട്ട് അവൻ ചെയ്യുന്ന കണ്ടില്ല, ഇത്രയും വലിയ സ്കൂളിൽ അവനെ വിട്ടുപഠിപ്പിച്ചിട്ട്, ഇത്രയും വലിയ കോളേജിൽ അവനെ വിട്ടുപഠിപ്പിച്ചിട്ട് അവന്റെ സ്വഭാവം കണ്ടില്ല, അവന്റെ അഹങ്കാരം. പലപ്പോഴും പലരെ കുറിച്ച് കേൾക്കുന്ന ഒരു കമന്റാണ്, അവന്റെ അഹങ്കാരം കണ്ടു. അവൻ ഇത്രയും പണമുള്ള വീട്ടിൽ ജനിച്ചിട്ടും, അവൻ ഇത്രയും നല്ല വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട്, വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ട്, ഇത്രയും വലിയ സ്കൂളിൽ വിട്ട് അവനെ പഠിപ്പിച്ചിട്ട്, ഇത്രയും വലിയ സ്കൂളിൽ വിട്ട് അവനെ പരിശീലിപ്പിച്ചിട്ട്, അവൻ ഇന്നിന്ന കാര്യങ്ങളെല്ലാം അവന്റെ അമ്മയും അപ്പനും ചെയ്തു കൊടുത്തിട്ട്, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അല്ലേ? അപ്പോഴവൻ തെറ്റിപ്പോകാൻ കാരണം അവന്റെ അഹങ്കാരമാണ്. പക്ഷേ നമ്മൾ അറിയാത്തൊരു കാര്യം, ചിലര് വളരെ സമ്പന്നമായ ചുറ്റുപാടിൽ ജനിച്ചു വളരുന്നവർ, ചിലർക്ക് ഒന്നിനും കുറവില്ല. അവരുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഡ്രസ്സുണ്ട്, വാഹനമുണ്ട്, ഫോണുണ്ട്, വലിയ വീടുണ്ട്, വീട്ടിൽ വേലക്കാരുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുള്ളൂ സ്വർഗം പോലെ അവന്റെ ജീവിതം, അവന്റെ കുടുംബം. അതുപോലെ അവന്റെ ലൈഫിൽ എവറിഥിങ് വാട്ട് എവർ ഹി നീഡ് ഇറ്റ് ഈസ് വിത്ത് ഹിം. എല്ലാം ഉണ്ട്, അവൻ എന്താ ആവശ്യമുണ്ട് എല്ലാം അവന്റെ ഉണ്ട്. പക്ഷെ അവന്റെ അകത്ത് ഒരു ശൂന്യതാബോധം. എന്റെ കൂടെ ആരും ഇരിക്കുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും ഒന്ന് തിരിച്ചറിയുന്നില്ലല്ലോ, എന്റെ കൂടെ ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ബോധ്യം, ഈ ചിന്താഗതി പലപ്പോഴും പലരുടെയും ജീവിതത്തിനകത്ത് വലിയ ചില തെറ്റുകളിലേക്ക്, ചില വീഴ്ചകളിലേക്ക് അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത് കാണാനായിട്ട് പറ്റും. എന്താണെന്നറിയാമോ? അതായത് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സ്നേഹം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ഇന്ന് ഒരു മനുഷ്യനെ സമ്പന്നനാക്കുന്നത് അവന്റെ പണമല്ല, അവനെ റിയലായി സ്നേഹിക്കുന്ന ഒരു അമ്മയോ അപ്പനും ഉണ്ടെങ്കിൽ, അമ്മയപ്പന്മാരെ ആഴമായി സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അവനെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു സഹോദരനുണ്ടെങ്കിൽ,
അപ്പൊ അവിടെ ലവ് മനുഷ്യന്റെ ജീവിതത്തെ അവനെ ഡിസൈൻ ചെയ്യുന്നത്, അവന്റെ ജീവിതത്തെ പണിതെടുക്കുന്നത്, വളർത്തിയെടുക്കുന്നത് അവന്റെ പണമല്ല, അവന്റെ ഭാവിയെ ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയെ അണിയിച്ചൊരുക്കുന്നത് അവന്റെ കയ്യിലെ പണമല്ല, അവന്റെ വാഹനമല്ല, അവന്റെ അകത്തുള്ള മനോഭാവം. അത് പണിയപ്പെടണമെങ്കിൽ അവന്റെ അകത്തൊരു ബോധ്യം വേണം. എന്നെ സ്നേഹിക്കാൻ ചിലരൊക്കെ ഉണ്ട്. ചിലരൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ചെറുപ്പകാലത്ത് അമ്മയും അപ്പനും അവരെ വേണ്ട പോലെ സ്നേഹിച്ചില്ല, അവരെ കരുതിയില്ല. അവർക്ക് 5 or 6 മക്കളുണ്ടായിരുന്നു വീട്ടിൽ. അതിലെ മൂന്നാമത്തവനെ കരുതിയില്ല, ഒന്നാമത്തെ ആളെ കരുതിയില്ല, ഏറ്റവും ഇളയ ആളെ കരുതിയില്ല. അപ്പോഴാ 5 പേര് മക്കളുള്ളതില് 4 പേര് നന്നാകുമ്പോൾ ഈ ഒരുവൻ വഴിതെറ്റി പോകുന്നത് കാണാൻ കഴിയും. എന്താണ് പ്രശ്നം? പണമില്ലാത്തതുകൊണ്ടല്ല, ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടല്ല, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ടല്ല. അവന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, എന്നെ ആരും സ്നേഹിച്ചില്ല, എന്റെ വീട്ടുകാർക്ക് എന്നോട് വലിയ താല്പര്യമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക്, ഞാൻ എന്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യത, എന്റെ വീട്ടുകാർക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ അമ്മയ്ക്കും അപ്പനും എന്നോട് ഒട്ടും സ്നേഹമില്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അമ്മയും അപ്പനും എത്രത്തോളം അവനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും അവന് മനസ്സിലാകത്തില്ല. ഒരു ചെറിയ കാര്യം അവനെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, ഒരു നിർദ്ദേശം പറഞ്ഞാൽ മതി, മോനെ അത് ചെയ്യേണ്ടത്, അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അല്ലേലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല. അവനെ ഒരു കാര്യം, മോനെ പഠിച്ച് നാളെ പരീക്ഷയല്ലേ, അത് പറഞ്ഞാൽ മതി, അവൻ പറയും അപ്പൻ എന്നോട് ഇഷ്ടമില്ല. മോനെ ഭക്ഷണം സാവധാനം ഇത്രയും സ്ലോലി കഴിക്കാതെ അല്പം വേഗം കഴിച്ച്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിക്കരുത്, സ്ലോലി, അത് സാവകാശം കഴിക്കണം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവനത് കുറ്റം പറച്ചിലായിട്ട് തോന്നുന്നു. എന്താ കാര്യം അറിയാം, അവന്റെ അകത്തൊരു ചിന്തയാണ്, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, പിന്നെ തന്നെ ഞാൻ പഠിക്കുന്നു, എന്നോട് ആർക്കും സ്നേഹമില്ല, പിന്നെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, എന്നോട് ആർക്കും സ്നേഹമില്ല, പിന്നെ തന്നെ ഞാൻ പള്ളിയിൽ പോകുന്നു, പിന്നെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, പിന്നെ തന്നെ ഞാൻ മിടുക്കനായിട്ട് ജീവിക്കുന്നത്, എനിക്ക് തെറ്റിപ്പോകല്ല. കാരണം അവന്റെ അകത്ത് തന്നെ ഒരു ചിന്ത വന്നു, എന്നോട് ആർക്കും സ്നേഹമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം ലഭിക്കാതെ പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ആർക്കും സ്നേഹമില്ല എന്ന ഒരു തെറ്റായ ചിന്താഗതിയോടുകൂടെ, ചിലപ്പോൾ അങ്ങനെ ആരും ഇരിക്കാം, അവർ നിങ്ങളെ സ്നേഹിച്ചില്ല, അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളിലെ മനസ്സിലാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർ തെറ്റിപ്പോയി, അവർ നിങ്ങളെ വേണ്ട പോലെ സ്നേഹിച്ചില്ല. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യാതെ പോയ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കണ്ടാക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോയവരായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ. ചിലപ്പോൾ നിങ്ങളുടെ തോന്നലായിരിക്കണമെന്നില്ല അത്. ചിലപ്പോൾ നിങ്ങളുടെ തോന്നലാണ് അവരെന്നെ സ്നേഹിച്ചില്ല എന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ അത് യഥാർത്ഥമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോടൊരു ദേഷ്യം തോന്നി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളോടൊരു ദേഷ്യം തോന്നി, അത് റിയൽ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ തോന്നലായിരിക്കാം എന്നെ സ്നേഹിച്ചില്ല എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും, അതായത് നിങ്ങൾ സ്നേഹിക്കപ്പെടുക എന്നത് നിങ്ങളെ തന്നെ സ്പോയിൽ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറരുത്. 2, നിങ്ങൾ സ്നേഹിക്കപ്പെടാതിരുന്നതും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിച്ച് കളയാൻ ഒരു കാരണമായി മാറരുത്. അതായത് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിച്ചില്ല, നിങ്ങളെ ആരും സ്നേഹിച്ചില്ല എന്ന ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരു മുറിവായി സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാൻ അത് മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരും സ്നേഹിച്ചില്ല എന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊരു മുറിവായി, എന്നോട് ആർക്കും സ്നേഹമില്ല, ഇനി എന്തിനാ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്നു, ഇനി എന്തിനാ ഞാൻ നല്ലപോലെ ഡ്രസ് ചെയ്യുന്നു, ഇനി എന്തിനാ ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു, ഇനി എന്തിനാ ഞാൻ നല്ലപോലെ ജീവിക്കുന്നത്, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നോട് ആർക്കും താല്പര്യമില്ല. ഈ ഒരു ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വെച്ച് സൂക്ഷിക്കുന്നിടത്തോളം, അതൊരു മുറിവായി നിങ്ങൾ സൂക്ഷിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ ഫലകരമല്ലാത്ത നിലയിലേക്ക് അത് തകർത്തു കളയും.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതെയായി പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു നന്മ കണ്ടെത്താൻ കഴിയാതെയായി പോകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തു കളയും. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, യെസ്, എന്റെ അമ്മയ്ക്കും അപ്പനും എന്നോട് സ്നേഹമില്ല, യെസ്, ശരിയാ, എന്റെ സഹോദരങ്ങൾക്ക് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് എന്നോട് ചെറിയ പിണക്കമുണ്ട്, ഇന്ന വ്യക്തികൾക്കെല്ലാം എന്നോടൊരു സ്നേഹക്കുറവുണ്ട്, യെസ്, അത് അവരുടെ എന്റെ ജീവിത രീതി കൊണ്ട്, എന്റെ ജീവിത ശൈലി കൊണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ, എന്റെ ജീവിത രീതി ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാം, നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കാതിരിക്കാൻ 2 കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന്, നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും ശരിയല്ലാത്തതുകൊണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കാതെ പോയേക്കാം. 2, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും അവർക്ക് മനസ്സിലാക്കാവുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ലെവലിലാകുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കത്തില്ല, അല്ലേ? അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടും സ്നേഹിക്കപ്പെടാതിരുന്നേക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം വേണം. എന്നെ ആരെങ്കിലും സ്നേഹിച്ചത് കൊണ്ടോ, എന്നെ ആരെങ്കിലും കരുതിയത് കൊണ്ടോ, എന്നെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനിയിൽ എനിക്ക് എത്താൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഞാൻ എന്നെ വിളിച്ച ദൈവത്തോടുള്ള വിശ്വസ്തതയും എന്റെ ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിൽക്കണം. അവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുന്നത്. അവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധി ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഏത് നിലയിൽ തകർന്നതായിക്കോട്ടെ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവെന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ വാഴുന്നെങ്കിൽ, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ആമേൻ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, അഥവാ നിങ്ങളെ സ്നേഹിച്ചു. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പ്രണയമൊക്കെ ആളുകൾ പറയുമ്പോൾ അവര് ഈ പ്രപ്പോസ് ചെയ്യുമ്പോൾ പൂ കൊടുത്ത്, അല്ലെ, സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം ഒരു പുഷ്പം തന്നിട്ട് നിന്നെ സ്നേഹിക്കുന്നതല്ല പറഞ്ഞത്, തന്റെ സ്വന്തം പുത്രനെ തന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ മറ്റൊരു പോസ്ചറിലുമല്ല, അവനൊരു ആംഗ്യഭാഷയിലുമല്ല പറഞ്ഞത്. അവൻ 2 കരങ്ങളെയും വിരിച്ച്, ക്രൂശിൽ 2 കരങ്ങളെ വിശാലമായി വിരിച്ചുകൊണ്ട് തന്റെ പുത്രനെ തന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുഷ്പം തന്ന് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ ആ പൂവിന്റെ എതളുകളെല്ലാം ദ്രവിച്ചു പോകും, കരിഞ്ഞു പോകും, വാടിപ്പോകും. അതുപോലെ തന്നെ ആ തന്ന വ്യക്തിയുടെ സ്നേഹവും അല്പം കഴിയുമ്പോൾ അടർന്നു പോകും. എന്നാൽ മറക്കരുത്, സ്വന്തം പുത്രനെ തന്നവൻ, ഹല്ലേലൂയ, ആരാന്നറിയാമോ? നിലനിൽക്കുന്ന പുത്രനെ, നിത്യജീവനുള്ള പുത്രനെ, മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത പുത്രനെ നിങ്ങൾക്ക് വേണ്ടി തന്നപ്പോൾ അതിനകത്തൂടെ ഒരു ദൂതവന് പറയാറുണ്ട്, അതെ, പുത്രൻ നിലനിൽക്കുന്നത് പോലെ തന്നെ എന്റെ സ്നേഹവും നിലനിൽക്കുന്ന സ്നേഹമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അമ്മയും അപ്പനും നിങ്ങളെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ നിരാശയിലാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഒട്ടും സ്നേഹിച്ചില്ല. നിങ്ങൾ കഴിയുന്നതിന്റെ ബെസ്റ്റ് ലെവലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാര്യം ചെയ്തു, കുഞ്ഞുങ്ങൾ നിങ്ങളെ ഒട്ടും സ്നേഹിച്ചില്ല. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു, അവർ നിങ്ങളെ ഒട്ടും സ്നേഹിച്ചില്ല. നിങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ ജീവിച്ചു, ആരാരും നിങ്ങളെ കരുതിയില്ല. നിങ്ങളുടെ അകത്ത് ഭാരമുണ്ടോ? നിങ്ങളുടെ അകത്ത് നിരാശയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് മുറിവായി നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നിങ്ങളെ തകർക്കുന്ന കാരണമായിട്ട് മാറും. എന്നാൽ അതിനെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇവരാരും സ്നേഹിക്കുന്നില്ല, യെസ്, എനിക്കറിയാം, പക്ഷെ ഞാൻ ചെയ്തത് ഇവർക്കെന്ന വണ്ണമല്ല, ഞാൻ ചെയ്തത് മുഴുവൻ കർത്താവിനെന്ന വണ്ണം ചെയ്തത് കൊണ്ട് ഞാൻ സ്നേഹിച്ച, ഞാൻ കരുതിയ, ഞാൻ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്തു, അവരല്ല എന്നെ മാനിക്കാൻ പോകുന്നത്. ആമേൻ. എന്നോട് വാക്ക് പറഞ്ഞൊരു കർത്താവുണ്ട്, എന്നെ മാനിക്കുമെന്ന് എനിക്ക് 100% ഗ്യാരണ്ടി തന്നൊരു കർത്താവുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അതെ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്തയും ഭാരവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തുനിന്ന് മാറ്റിക്കേ. നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കാത്തവരാരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരല്ല. അതുകൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കാൻ. നിങ്ങളെ സ്നേഹിച്ചവരില്ലേ, അവർ നിങ്ങളെ സ്നേഹിക്കേണ്ടവരാ. അതുകൊണ്ടാണ് അവർ സ്നേഹിച്ചത്. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളെ സ്നേഹിക്കാത്തവരാരും നിങ്ങൾ സ്നേഹിക്കേണ്ടവരല്ല. പകരമായി നിങ്ങൾ അവരെ സ്നേഹിക്കണം. അവർ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കണം. അതിന് നിങ്ങളിൽ ഒരു ബോധ്യം വേണം. ഹല്ലേലൂയ, ആമേൻ. എന്താണ്? ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്. അതായത് ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? നിങ്ങളെ തന്ന് സഹായിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് പോയി പണം ചോദിക്കും. സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി, അദ്ദേഹം സമ്പത്ത് തരും. കാരണം അദ്ദേഹം ധനവാനാണ്, തരാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? ആ കടം തന്ന വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ഒബ്ലിഗേഷൻ, നിങ്ങൾക്കൊരു കടപ്പാടുണ്ട് അദ്ദേഹത്തോട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരാളിൽ നിന്ന് സ്നേഹം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ ബലഹീനതകളും ഒന്നും വകവയ്ക്കാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ അയാളുടെ അടിമയായി മാറും കുറച്ച്. പക്ഷേ നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം, ഞാൻ സ്നേഹം മേടിക്കാൻ വേണ്ടിയുള്ളവനല്ല, ഞാൻ കൊടുക്കാനുള്ളവനാണ്. കാരണം എന്താണെന്നറിയാം, ഞാൻ ചോദിച്ച് നടക്കേണ്ടവനല്ല. എൻ്റെ ആവശ്യത്തിലധികമായിട്ട് ഇവർക്കാർക്കും ലഭിക്കാത്ത നിത്യമായ സ്നേഹം ഞാൻ പ്രാപിച്ചവനാണ്. ഇവർക്കാർക്കും മനസ്സിലാകാൻ കഴിയാതെ വണ്ണമുള്ള ഒരാഴമേറിയ സ്നേഹിതൻ എനിക്കുണ്ട്. ഒരാഴമേറിയ കർത്താവ് എന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. ആമേൻ. ലോകത്തിൽ ആർക്കും ഹല്ലേലൂയ എന്നെ മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ട്. എന്നെ എഴുതി തള്ളുമ്പോൾ ഞാൻ ഭോഷനെ പോലെ ചില കാര്യങ്ങളിൽ ഞാൻ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നാട്ടുകാർ വിചാരിച്ചൊക്കെ ഞാൻ ഭോഷനാണ്, എന്നെ ഭോഷൻ എന്നെ തള്ളിക്കളയുമ്പോൾ, എന്നെ കൊള്ളത്തില്ലാത്തവനെന്ന് തള്ളിക്കളയുമ്പോൾ, എന്നെ കൊള്ളാവുന്നവനാണ്, എന്നെ മെച്ചപ്പെട്ടവനാണ്, എന്നെ നല്ലവനാണെന്ന് എന്നെ കരുതി, എന്നെ മനസ്സിലാക്കി, എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന, എന്റെ ബലഹീനതകളുടെ മധ്യേ ആമേൻ എൻ്റെ കുറവുകളും എൻ്റെ പരിമിതികളും എൻ്റെ മോശ സ്വഭാവങ്ങള്, എൻ്റെ ക്രമമില്ലായ്മ, എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ടായിരിക്കും. എനിക്ക് നല്ലതുപോലെ സംസാരിക്കാൻ അറിയില്ലായിരിക്കാം, എനിക്ക് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല, ഞാൻ ഡിസിപ്ലിൻ അല്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ച ആളല്ല, ഞാൻ വലിയ ധനവാനല്ല, എനിക്ക് ഒരു ഗുണവും പറയാനില്ലാതിരുന്നിട്ടും എൻ്റെ സകല പരിമിതികളോടും എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. അതെ, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ സകല പരിമിതികളോടും എന്നെ സ്നേഹിച്ചവനായ ദൈവം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്ത് എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം, അതെ, എൻ്റെ എല്ലാ പരിമിതികളോടും കൂടെ എന്നെ ദൈവം സ്നേഹിക്കുന്നു, എൻ്റെ സകല പരിമിതികളോടും കൂടെ എന്നെ ദൈവം സ്നേഹിക്കുന്നു, എൻ്റെ എല്ലാ പരിമിതികളോടും ദൈവം എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ അകത്ത് ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കപ്പെടാതിരിക്കുന്ന നിങ്ങൾക്കൊരു മുറിവായി മാറുകയില്ല. നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാതിരിക്കുന്നു എന്ന ചിന്താബോധം നിങ്ങളുടെ അകത്ത് കിടക്കുന്നിടത്തോളം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് വിശ്വാസത്തോടെ മുന്നേറാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല, നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള താല്പര്യമില്ലാതെ പോകും, നിങ്ങൾ അലസരായിട്ട് മാറും, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരായിട്ട് മാറും, നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു നല്ല സുഹൃത്ത് വലയം കെട്ടിപ്പണിയാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നത്തില്ല. ഞാൻ പറയട്ടെ, പക്ഷെ നിങ്ങൾ അതിൽ നിന്നെല്ലാം അതീതമായി നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടെന്നിരിക്കട്ടെ, യെസ്, ഹല്ലേലൂയ, ചുറ്റുപാടുകളൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ അധ്യാപകനേക്കാൾ, അവൻ എൻ്റെ ചുറ്റുപാടുകളോ, ഞാൻ സഹായിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്, അവരെല്ലാരെക്കാളും എന്നെ അധികമായി സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. അവനൊരു പുഷ്പം തന്നിട്ടല്ല എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞത്, പുത്രനെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഉത്സാഹമുള്ളവരായി മാറും, നിങ്ങൾ ക്രമമുള്ളവരായിട്ട് മാറും, നിങ്ങളുടെ ജീവിത രീതി കംപ്ലീറ്റ് മാറും, നിങ്ങളുടെ അവസ്ഥകൾ കംപ്ലീറ്റ് മാറും,
നിങ്ങളുടെ പെരുമാറ്റ രീതി മാറും, നിങ്ങളുടെ സംഭാഷണ ശൈലികൾ മാറും, നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ മാറും. നിങ്ങൾ സാഹചര്യങ്ങളെ നേരിടുന്നവരായി മാറും, വെല്ലുവിളികളെ നേരിടുന്നവരായി മാറും, പ്രതികൂലങ്ങളെ മറികടക്കുന്നവരായിട്ട് മാറും. നിങ്ങളുടെ അകത്തൊരു വലിയ കോൺഫിഡൻസ്, വലിയ മനോവീര്യം, മനോധൈര്യം ഉണ്ടാകും. നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ പരാജയപ്പെടത്തില്ല, നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ തോൽക്കത്തില്ല, നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ വീണു പോകത്തില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി, അത്ഭുതമായി, ജയമായി തീരാനായിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഐ ആം നോട്ട് ഇംപെർഫെക്റ്റ്, ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന ആ റിയൽ ആയിട്ടുള്ള യഥാർത്ഥമായ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് നോക്കിയ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, ജയാളികളായി തീരാൻ കഴിയും. കർത്താവിന് നിങ്ങളുടെ ഒരുമെടുക്കും. നിങ്ങളിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. He loves you. He loves you. Not because he expects something from you. No. He loves you because he already gave himself for you. അവൻ നിങ്ങൾ എന്തെങ്കിലും അവന് കൊടുക്കുമെന്ന് ഓർത്തുകൊണ്ടല്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഓൾറെഡി തന്ന് കഴിഞ്ഞതുകൊണ്ടാണ്. യെസ്, അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കരുത്. നിങ്ങൾ ദൈവത്തിനും ഏറ്റവും വിലപ്പെട്ടവരാണ്, ഏറ്റവും വിലപ്പെട്ടവരാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ജീവിതത്തിൽ സ്നേഹം ലഭിക്കാതെ, സ്നേഹിക്കുവാൻ ഒരാളില്ല എന്ന ചിന്തയോടുകൂടെ ജീവിതത്തെ തന്നെ മടുപ്പോടുകൂടെ കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ ദിവ്യ സമാധാനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ, നിങ്ങളുടെ ദിവ്യ സ്വസ്ഥത അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ, ഞങ്ങളുടെ സമാധാനം അവരുടെ ഹൃദയങ്ങളെ വാഴട്ടെ. അപ്പാ, അവരവരെ തന്നെ തകർത്ത്, അവരവരെ തന്നെ നശിപ്പിച്ച്, അവരവരെ തന്നെ ശപിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ സ്നേഹിക്കുന്ന ആഴമായ സത്യം അവരുടെ ഹൃദയങ്ങളിൽ ഒന്ന് എഴുതപ്പെടട്ടെ. ആ പ്രതിസന്ധികളെ അവർ മറികടക്കട്ടെ, ആ വെല്ലുവിളികളെ മറികടക്കട്ടെ, അവർ എഴുന്നേൽക്കട്ടെ. കർത്താവെ, എവിടെ നിന്നൊക്കെ അവർക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം ദൈവം അവരെ സ്നേഹിക്കുന്ന ഉത്തമ ബോധ്യത്തിൽ മറികടന്ന് കുതിച്ച് 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 മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ അകത്ത് കിടക്കുന്ന എല്ലാ കണ്ടംനേഷൻസും, കുറ്റാരോപണങ്ങളും മാറട്ടെ. വലിയ സമാധാനമുള്ള അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം, വലിയ സ്വസ്ഥത ഉള്ളവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അപ്പൊ നിങ്ങളുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, സകലവിധ നന്മകൾ കൊണ്ടും അപ്പൊ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് തൊട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ ആൻഡ് ആമേൻ. യെസ്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടെ നിങ്ങളെ തന്നെ വലിയവരായിട്ട് കണ്ടേ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.